ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് കമൻസ് കിട്ടി, അതിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യും എന്നെല്ലാം പറഞ്ഞിരുന്നു. സോ ഫസ്റ്റ് അത് ചെയ്തിട്ട് മുന്നോട്ട് പോവാം എന്ന് കരുതി. എനിക്ക് കിട്ടിയ ഒരു ഡൗട്ട് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ആരാണത് ചോദിച്ചതെന്നറിയില്ല, പക്ഷെ കമൻറ്റ് ഇങ്ങനെ ആയിരുന്നു, ദാറ്റ് ഷീ ഈസ് റിയലി പാഷനേറ്റ് അബൌട്ട് ഫാഷൻ ഡിസൈനിങ് ബട്ട് ഷി ഡോണ്ട് നോ ഹൗ ഫ്രം വേർ ടു സ്റ്റാർട്ട് ഇറ്റ്. എന്താണ് അത്, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല എന്ന് പറഞ്ഞു. സോ എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ കുട്ടി ഫാഷൻ ഡിസൈനർ ആണോ, ഓൾറെഡി കോഴ്സ് കഴിഞ്ഞ ആളാണോ? ആളാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണോ ഇഷ്ടം, താല്പര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് പോവാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അങ്ങനത്തെ രീതിയിൽ ഇത് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. ഞാൻ അറിയില്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. എനിക്ക് ഓൾറെഡി ഒരു ക്ലിനിക്ക് ഉണ്ട്. സോ ആ ക്ലിനിക്ക് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഡിസൈനിങ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഡോക്ടറായതെന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു പാഷൻ അല്ലായിരുന്നു. എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ, എൻ്റെ സിസ്റ്ററിനെ. സിസ്റ്റർ MBBS ആണ്, അവൾ MBBS ഡോക്ടറെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ മാർഗത്തിൽ ഞാനും കൂടെ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. അവൾക്ക് എൻട്രൻസ് എഴുതി നല്ല റാങ്കൊക്കെ കിട്ടിയതുകൊണ്ട് MBBS കയറി അവൾ അങ്ങനെ പോയി. എനിക്ക് എൻട്രൻസ് എഴുതിയപ്പോൾ കിട്ടിയ റാങ്ക് വെച്ചിട്ട് എനിക്ക് കിട്ടിയിരുന്നത് ഹോമിയോപ്പതി ആയിരുന്നു. അങ്ങനെ ഞാൻ ഹോമിയോപ്പതി എടുത്തു. പക്ഷെ അത് ചെയ്യുമ്പോഴും ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. കാരണം അത് എൻ്റെ ഒരു ഇഷ്ടമല്ലല്ലോ, എൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടമായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് കേട്ടോ, അത് വേറെ കാര്യം. ഈ ഡിസൈനിങ്ങിലല്ല ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. മീൻസ് എനിക്ക് ക്യാഷ് വരുന്നത്, ഇൻകം വരുന്നത് ഇപ്പോഴത്തെ കാര്യമാണ്, നിലവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ഡോക്ടർ ആയതുകൊണ്ടും എനിക്ക് ആ ക്ലിനിക്ക് ഉള്ളതുകൊണ്ടും എനിക്ക് പേഷ്യൻസ് ഉള്ളതുകൊണ്ടും തന്നെയാണ്. ഓക്കെ, പിന്നെ ഞാൻ എന്തിന് ഡിസൈനിങ് എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ വരയ്ക്കുമായിരുന്നു. ആക്രിലിക് പെയിൻറ്റിങ് ആയിരുന്നു ഞാൻ വരയ്ക്കാറ്. ക്യാൻവാസ് പെയിൻറ്റിങ് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ആ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഡിസൈനേഴ്സിൻ്റെ ആവശ്യം വന്നു, ടെക് പാക്കൊക്കെ വേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്തു, എനിക്ക് എന്തായാലും ഇഷ്ടമാണല്ലോ, ഇത് പഠിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ നീ എന്ത് ചെയ്തോ, നീ അതെടുത്തോ. അങ്ങനെ എനിക്ക് മൂപ്പരുടെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഡിഗ്രി ഒന്നും വേണമെന്നില്ല. കാരണം ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ, അവനവനൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് എടുക്കണം, അത്രേ വിചാരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കരുതി ഒരു സാധാ ഒരു 7 month കോഴ്സ് എന്നുള്ള രീതിയിൽ കാലിക്കറ്റ് തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചു. PG ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അത്യാവശ്യം നല്ല ഒരു ഇതാണ്, UK സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അങ്ങനെ അതൊക്കെ അന്വേഷിച്ചറിഞ്ഞ് അവിടെ ജോയിൻ ചെയ്തു. എനിക്കിതിപ്പോൾ എവിടെയാണ് ജോയിൻ ചെയ്തത്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറയാൻ പാടുണ്ടോ, അങ്ങനെ ഒന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. ഇനി അത് പറഞ്ഞ കുഴപ്പമില്ലെങ്കിലും ഞാൻ പറയാം പിന്നീട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ആ കോഴ്സ് എടുത്തത്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു അതൊരു 7 month കോഴ്സാണ്. അത്യാവശ്യം ഫീസൊക്കെ ഉണ്ട് കേട്ടോ, ഫീസ് സ്ട്രക്ചറൊക്കെ ഉണ്ട്. പിന്നെ അതും ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നില്ല, അത് പറയാൻ പറ്റുമില്ല എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. എന്നാലും നല്ലൊരു കോഴ്സായിരുന്നു, ഞാൻ എടുത്തപ്പം നല്ലൊരു കോഴ്സായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം എടുത്ത സമയത്ത് 7 month കോഴ്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ക്ലിനിക്ക് നടത്തുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഒഴിവ് സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ചേരുന്ന സമയത്ത് എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞത് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വെച്ചാൽ വരയ്ക്കലാണ്. ഓക്കെ, വരയ്ക്കുക, അപ്പോൾ വരയ്ക്കുക, അത് പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ഞാൻ എവിടെയും പോയിട്ട് വരയ്ക്കാൻ പഠിച്ചിട്ടില്ല, യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ പഠിച്ചത്. അപ്പോൾ എനിക്ക് വരയ്ക്കാനും കൂടെ പഠിക്കാമല്ലോ, അതൊരു
എന്താ പറയുക, പഠിക്കേണ്ട ഒരു കലയല്ലേ. അപ്പോൾ അത് പഠിച്ചെടുക്കുകയും കൂടെ ചെയ്യുക എന്നുള്ള ഒരു ധാരണയിലും കൂടെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. പക്ഷെ ജോയിൻ ചെയ്തപാട് അവർ പറഞ്ഞു 7 month കോഴ്സ് എന്നുള്ളത് അവർ 10 month കോഴ്സാക്കി മാറ്റി. അതിൽ കൂടുതലായിട്ട് സബ്ജക്ട്സ് കയറ്റി, എന്ന് വെച്ചാൽ ബുട്ടീക്ക് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ സബ്ജക്ട്സ് അതിൽ ആഡ് ചെയ്തു. കൺസ്ട്രക്ഷനും GC ആണെങ്കിലും കുറച്ചും കൂടെ നല്ല രീതിയിലായിട്ട് അവർ ആഡ് ചെയ്തു. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. കാരണം നമ്മൾ അടച്ച ഫീസിന് നല്ലതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അങ്ങനെ അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി സത്യത്തിൽ അങ്ങനത്തെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതിൽ. അങ്ങനെ അത് 10 month കോഴ്സാക്കി. പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചാൽ, ഞാൻ വിചാരിച്ചതുപോലെ അത് വരയ്ക്കുന്നത് മാത്രമായിരുന്നില്ല ഈ കോഴ്സെന്ന് വെച്ചാൽ. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എന്ന് പറയുമ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സബ്ജക്ട്സ് ഞാൻ പറയുക. ഒന്ന് ഫാഷൻ ഇല്ലസ്ട്രേഷൻ, അത് വരയ്ക്കലാണ് കൂടുതലായിട്ടും. അതല്ലാതെ ഈ ഗാർമെൻറ്റ് സർഫസ് എംബലിഷ്മെൻറ്റ്, ഗാർമെൻറ്റ് സർഫസ് ഓർണമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഈ എംബ്രോയ്ഡറി ഒക്കെ അല്ലേ, ഹാൻഡ് എംബ്രോയ്ഡറി, അതുപോലെ ഫാബ്രിക് പെയിൻറ്റിങ്, അതുപോലെ ഇങ്ങനെ ആരി വർക്ക്, ജാർദോസി, പിന്നെ അതുകൂടാതെ വേറെയും കുറേ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്താ പറയുക, ഫാബ്രിക് മാനിപ്പുലേഷൻ, ഇങ്ങനത്തെ പല കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നല്ല ഒരു കോഴ്സ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് GSO കൂടെ വേണമായിരുന്നു. പിന്നെ ടെക്സ്റ്റൈൽ സയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുണ്ട്. പിന്നെ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻ വരുന്നുണ്ട്. പിന്നെ ഡ്രേപ്പിങ്ങിൻ്റെ ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു, ഓക്കെ, അതുണ്ട്. പിന്നെ പോർട്ട്ഫോളിയോ എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ധാരണ. ഓക്കെ, അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് വരുന്നുണ്ട്. ഇതെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വരയ്ക്കാൻ അറിയാം, പക്ഷെ എനിക്ക് ബാക്കിയുള്ളതൊന്നും അറിയൂല. അതൊക്കെ ഇതിലൊക്കെ ഞാൻ എന്താ പറയുക ശിശുവാണ് അല്ലേ. അപ്പോൾ ഞാൻ നന്നായിട്ട് സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ടു. സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ വരയ്ക്കുന്നതിലും ഓക്കെ ആണെങ്കിലും, പക്ഷെ ഇതിൽ സ്റ്റിച്ചിങ്ങിൻ്റെ കേസ് വരുമ്പോൾ, കൺസ്ട്രക്ഷൻ്റെ കേസ് വരുമ്പോൾ എനിക്കൊന്നും അറിയൂല. സൂചിയിൽ നൂല് കോർക്കാൻ വരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ബേസാണ് നമുക്ക് കിട്ടുക. ഈ 10 month കൊണ്ട് 3 years ഇവർ BSc ഡിഗ്രിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ എടുക്കുന്നവർക്ക് അവർ പഠിക്കുന്ന ആ ഒരു എത്ര വർഷങ്ങളുടെ ഒരു ഇതാണ് നമുക്ക് ഈ 10 മാസം കൊണ്ട് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നു. ഉറക്കം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ ഫീസിന് പുറമെ നമ്മൾ കുറച്ചധികം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുമായിരുന്നു. കാരണം ഇതെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ, ബുക്ക്, കളേഴ്സ്, ബ്രഷ്, പെൻസിൽസ്, ഇനി ഫാബ്രിക്സ് എല്ലാം നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടതാണ്. അതുകൂടാതെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വോൾ ഹാങ്ങിങ്സും അങ്ങനെ നല്ല അടിപൊളി ഒരു കോഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടി. ഇപ്പം മാക്രമേ വർക്ക്സ് ഇല്ലേ, അതും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ബേസ്, ഓക്കെ, ബേസാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ബേസ് നമുക്ക് മതി. എനിക്ക് സ്റ്റിച്ചിങ് ആയിരുന്നു കുറച്ച് പണിയായത്. എൻ്റെ ടീച്ചേഴ്സിനും എന്നെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം ചെറിയ കുട്ടികൾ തന്നെ ആയിരുന്നു. ഈ +2 കഴിഞ്ഞവരും ഉണ്ട്, പ്രായമുള്ളവരുണ്ട്, പിന്നെ ഒരു 30s ഉണ്ടായിരുന്നു. എന്നാലും കൂടുതലും കുട്ടികൾ തന്നെ ആയിരുന്നു. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ പലർക്കും സ്റ്റിച്ചിങ് അറിയാം, കൺസ്ട്രക്ഷനൊക്കെ അറിയാം. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടിയത്. ഒന്നേന്ന് പഠിക്കണമായിരുന്നു. പക്ഷെ അതും അവരങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെ ബേസായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ബേസ് മതി. നമുക്ക് ഫൗണ്ടേഷനാണ് സ്ട്രോങ് ആവേണ്ടത്. ആ ഫൗണ്ടേഷൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു തറ വെക്കാന്ന് പറയില്ലേ, തറ നമുക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ മേലേക്ക് വീട് പണിയണമെങ്കിൽ എന്താകണം, നമ്മൾ കഷ്ടപ്പെടണം. ഓക്കെ, അത് ഏത് ഫീൽഡാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറാണെന്ന്. ഡോക്ടർ ആണെങ്കിൽ ഞങ്ങൾക്ക് ആ 5 വർഷം, 5.5 വർഷം കൊണ്ട് അവിടുന്ന് കിട്ടുക ബേസ് തന്നെയാണ്. ഓക്കെ, അത് തിയറിയാണ് നമുക്ക് കിട്ടുക. പക്ഷെ പ്രാക്ടിക്കലി നമ്മളൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം അവിടെ വേറെ തന്നെയാണ്, ആ ലോകം വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അതിൻ്റെ മേലെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ കോഴ്സും. നമുക്കൊരു ഇതിൽ പ്രത്യേകിച്ച്
ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് നമുക്കൊരു കൈ തരിക, ഗൈഡൻസ് തരിക എന്നുള്ള മാത്രമാണ്. പിന്നെ അങ്ങോട്ടേക്കെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അവിടെ നമ്മളാണ് പിന്നെ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് റിസർച്ച് ചെയ്യുക, എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സിൻ്റെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ. ഞാനിങ്ങനെയാണ് ഒരു കോഴ്സ് എടുത്തിട്ട് ഡിസൈനറായിട്ട് മാറിയത്. ഓക്കെ, പോർട്ട്ഫോളിയോ ചെയ്ത സമയത്തും ഞങ്ങൾക്ക് ഒരുപാട് പൈസ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോഴ്സ് അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൊട്ടുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ സാധാ കോഴ്സ് എടുക്കുകയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും ചിലവാകും. അപ്പോൾ അതാണ് ഈ കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ എടുത്ത കോഴ്സ് പിന്നെ ഇതുവരെയുള്ള എൻ്റെ ഒരു മീൻസ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്തതിന് മുൻപേ ഉള്ള എൻ്റെ ധാരണയും ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ക്ലാരിറ്റിയും അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇനി ഈ കോഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങാം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഡിപ്പെൻഡ്സ് ഓൺ യു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്താൽ നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ പോവാം, പല രീതിയിൽ നമുക്ക് പോവാം. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാവരും തന്നെ ഫാഷൻ ഡിസൈനറായിട്ട് പല സ്ഥലത്തായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് നല്ലപ്പോൾ എന്താ നമുക്ക് വലിയ ഷോപ്സൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കല്യാൺ കേന്ദ്ര, കല്യാൺ സിൽക്സ്, അങ്ങനത്തെ കസവ് കേന്ദ്ര, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പല വലിയ വലിയ ഷോപ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ വേക്കൻസീസ് വരും, അതല്ലാതെ ബുട്ടീക്സിൽ വേക്കൻസീസ് വരും. അപ്പം ഇങ്ങനെയാണ് അവർ പോയിട്ടുള്ളത്. ഓക്കെ, അതിൽ ഡിസൈനർ വേക്കൻസി കിട്ടി, അവരതിൽ പോയി ജോലി എന്നുള്ള രീതിയിൽ പോയി. എനിക്കെന്ന് പറയുമ്പം അതല്ലാതെ നമുക്ക് അങ്ങനെ ഡിസൈനർ വേക്കൻസീസ് ആയിട്ട് കിട്ടും. അവിടെ നമുക്ക് റോൾ എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യേണ്ടി വരും, അവർക്ക് ഇപ്പോൾ മെഷർമെൻറ്റ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, ഡ്രേപ്പിംഗ് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലതുമാണ് അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനിങ് പണി എന്നുള്ളതിനേക്കാളും അവർ അങ്ങനെയാണ് പോയിട്ടുള്ളത്. ബുട്ടീക്സിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡിസൈനറായിട്ട് തന്നെ ചെയ്യാം. ഇല്ലസ്ട്രേഷൻ എനിക്ക് താല്പര്യം, എൻ്റെ പേഴ്സണൽ താല്പര്യം എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷനാണ്. എനിക്കൊരു ഇല്ലസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അതല്ലാതെ ഷോപ്സിൽ പോയി അങ്ങനത്തെ ഒരു വർക്ക് എനിക്ക് താല്പര്യമില്ല. താല്പര്യത്തിൻ്റെ കേസ് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ വെച്ചാൽ എനിക്ക് ക്ലിനിക്ക് ഉണ്ട്, ഓൾറെഡി ക്ലിനിക്ക് റണ്ണിങ് ആണ്, എനിക്ക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ജോബിനായിട്ട് പോവാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, ഇതെല്ലാം ഒരു നല്ലൊരു ഫീൽഡ് തന്നെയാണ്, നല്ല സ്കിൽസാണ്. അത് വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ താല്പര്യം കൊണ്ട് ഞാൻ ചെയ്ത സാധനമാണ്. അങ്ങനെയാണ് ഞാൻ ഫ്രീലാൻസ് വർക്ക് എന്നുള്ള രീതിയിൽ മൂവ് ചെയ്തത്. ഓക്കെ, അതിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് പറയുന്നതിന് മുൻപ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എടുത്താൽ പിന്നെയുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഫാഷൻ ഡിസൈനറായിട്ട് ഇതുപോലെ ബുട്ടീക്സിലും ഇതുപോലത്തെ ഷോപ്സിലൊക്കെ കയറാം. അതല്ലാതെ നമുക്കിപ്പം നന്നായിട്ട് GSO ആണ് നിങ്ങൾക്ക് ഇഷ്ടം, സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, ആരി വർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ രീതിയിലേക്ക് പോകാം. അല്ലാതെ വിഷ്വൽ മെർച്ചൻഡൈസറായിട്ട് അങ്ങനെ കയറാം. പാറ്റേൺ മേക്കിംഗ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാറ്റേൺ മേക്കിംഗ് അത് പക്ഷെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ എന്താക്കുക, അത് റിലേറ്റ് ചെയ്തിട്ട് വേറെ കോഴ്സസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഹയർ സ്റ്റഡീസിലോട്ടേക്ക് പോയിട്ട് പാറ്റേൺ മേക്കിംഗ് ആയിട്ട് അങ്ങനെ നമുക്ക് പോവാം. കൺസ്ട്രക്ഷൻ നന്നായിട്ട് അറിയുന്നവർക്ക് ആ രീതിയിലേക്ക് പോവാം. നിങ്ങൾക്കൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല എന്നെപ്പോലെ ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ടീച്ചിങ് അറിയാം, താല്പര്യമുള്ളവരാണെങ്കിൽ ടീച്ചിങ് വേക്കൻസീസ് നോക്കിയിട്ട് ആ രീതിയിലേക്കും നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അത് തിരഞ്ഞെടുക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത വഴി ഫ്രീലാൻസ് ആണ്. കാരണം എനിക്ക് വർക്ക് ഫ്രം ഹോം മാത്രമേ പറ്റുള്ളൂ. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് 5 മാസത്തോളമായി. ഞാൻ സത്യം പറഞ്ഞ ട്രാക്കിലോട്ട് വന്നോന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കിട്ടുന്ന എല്ലാ
വേക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ചില സ്ഥലത്ത് നിന്ന് വിളിക്കും, ചില സ്ഥലത്ത് നിന്ന് വിളിക്കൂല. അപ്പോൾ വിളിക്കുന്നത് ആരാന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബെസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീലാൻസ് വർക്ക്സ് എടുക്കുമ്പോൾ നമ്മൾ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം ഇതൊന്നും പറഞ്ഞു തരാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് അത്ര കോണ്ടാക്റ്റ് ഇല്ല, ഞാൻ അവരുടെ അടുത്തൊന്നും ചോദിക്കാറില്ല. ഞാൻ സ്വന്തം തന്നെ നോക്കി. പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എന്താ പറയുക അഭിപ്രായം എന്ന് പറയുന്നത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ലെസൺസ്. അതാണ് മെയിൻ. ആ ലെസൺസ് ആണ് നമ്മുടെ ഒരു എസറ്റ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ ഓരോന്നും മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ആ ലെസൺസിന് ഒരു പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ലെസൺസിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലേ? നമ്മൾ കുറച്ച് നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഒരുപാട് നഷ്ടം സഹിച്ചു. ഓക്കെ, അതെന്തൊക്കെയാന്നുള്ളത് ഞാനിപ്പോൾ പറയാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, എനിക്ക് ഫേസ് കാണിക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫേസ്ലെസ് യൂട്യൂബ് ചാനലാണ് എൻ്റേത്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം അത് ഡയറക്റ്റ് തന്നെ പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം, ഞാൻ പലതും ചിന്തിച്ചു. മാസ്ക് ഇട്ടാലോ, ഫേസ് ബ്ലർ ചെയ്താലോ, അല്ലെങ്കിൽ എൻ്റെ ഫേസ് കാണിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ കാണിച്ച്, പൊതുവേ ചെയ്യുന്ന കൈ മാത്രം കാണിച്ച്, അതല്ല, എനിക്ക് ഡയറക്റ്റ് സംസാരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. കുറച്ച് കമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഉണ്ട് കേട്ടോ, ഫേസ് കാണിച്ച കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാനത് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരുടെയും വികാരങ്ങളെ ഒന്നും ഹേർട്ട് ചെയ്യാതെ, അല്ലേ, ഒന്നും ഇതാക്കാതെ, എന്നാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യണം, ഓഡിയൻസിലേക്ക് എത്തണം, ഫോളോവേഴ്സിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. ഇങ്ങനെ തന്നെ എനിക്ക് നിവൃത്തിയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫ്രീലാൻസ് ആയിട്ട് എങ്ങനെ ചെയ്യാം, ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഞാൻ പറയാം. ഞാൻ എന്തായാലും ഈ ലിങ്ക്ഡിനിൽ ആദ്യം ഞാനൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിങ്ക്ഡിനിൽ എൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇടും, ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇടും. അതുപോലെ ഇൻസ്റ്റയിലും ഡിസൈൻ വിത്ത് ഷഹാന എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വർക്ക്സ് എല്ലാം ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനത്തെ പേജസ് ആണ് കൂടുതൽ ഫോളോ ചെയ്യുക. എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെ പേജസ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും അതിനേക്കാൾ എനിക്കിഷ്ടം പ്രൊക്രിയേറ്റ് ആണ്. എൻ്റെ ഐപാഡ്, എൻ്റെ പ്രൊക്രിയേറ്റ്, ഇതാണ് എൻ്റെ ലോകം ഇപ്പം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റാ പേജാണ്, ഇതിൽ കൂടുതൽ ഇല്ലസ്ട്രേഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് തുടങ്ങി വെച്ചു. എന്നിട്ട് അതിൽ ഇങ്ങനെ ഓരോ വേക്കൻസീസ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ കൂടുതലും ഫ്രീലാൻസ് വേക്കൻസീസ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ നമുക്ക് പുറമേ നിന്നാണ് കിട്ടുക. ഓക്കെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അത് ഞാനിപ്പോൾ പറയാം. ഞാൻ മീൻസ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. എനിക്ക് ഞാൻ ഇതിൽ മൊത്തം എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയണത് കേട്ടോ. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയൂല, എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, അത് എനിക്കും കൂടെ ഒരു അറിവാകുമല്ലോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കാര്യം പറയുകയാണേ. അപ്പം ഇത് ഇങ്ങനെ ഞാൻ കാണുന്ന എല്ലാ വേക്കൻസീസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ഫ്രം റിമോട്ട് വർക്ക്സ് എന്നുള്ള ഇതിലൊക്കെ കയറിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. മെയിൽ ചെയ്യാൻ പറയുന്ന സ്ഥലത്തേക്ക് മെയിൽ ചെയ്യും, വാട്സപ്പ് ചെയ്യാൻ പറയുന്നവരുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യും. അതിൽ അവർ മെയിനായിട്ട് ചോദിക്കുക നമ്മുടെ റെസ്യൂമെ, CV ചോദിക്കും. അപ്പോൾ CV നമ്മൾ ചെയ്ത കാര്യം മാത്രം CV-യിൽ ഇടുക, അറിയാത്ത കാര്യം ഇടാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആയിട്ട് നമ്മൾ തന്നെ കുടുങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ CV നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, അതാണ് മെയിൻ. പിന്നെ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പോർട്ട്ഫോളിയോ നല്ല അടിപൊളിയാവുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക.
പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ് അവൻകാർഡ് ആ സ്റ്റൈലിലായിരുന്നു. എന്ന് വെച്ചാൽ ഡെയിലി വെയർ അങ്ങനത്തെ അല്ല. പക്ഷേ പൊതുവേ നമുക്ക് ജോലിക്കൊക്കെ വേണ്ടത് അവർ നോക്കുക നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമുക്ക് അവരൊരു ബ്രാൻഡിനനുസരിച്ച് നമുക്കൊരു ഗാർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോൺ വെയറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പോർട്ട്ഫോളിയോയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തേതായിരുന്നു ഞങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ അതിൽ എൻ്റെ കയ്യിലൊക്കെ വലിയ ചിറകും പല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എന്താ പറയുക, അവർക്ക് ചിലപ്പം അതല്ല അവർ ചോദിക്കുക, നമുക്ക് ഒരു ഒരു ചുരിദാർ അടിക്കാൻ അറിയോ, ഓക്കെ, അതിൽ എന്തൊക്കെ പല ടൈപ്പ് കുർത്താസ് ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ പുതിയതായിട്ടൊരു പ്രൊജക്റ്റ് ഇന്നലെ ഒരു പ്രൊജക്റ്റ് വന്നു. അതിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ടീഷർട്ട് ഡിസൈനിങ് ആണ്. അവരുടെ ബ്രാൻഡ് നോക്കിയിട്ട് ഒരു ടീഷർട്ട് ഡിസൈൻ ചെയ്യുക. അതുകൂടാതെ അവരുടെ ബ്രാൻഡിങ് എന്ന് വെച്ചാൽ അവർക്കൊരു ബോക്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ പണി തന്നെ. അപ്പോൾ അതും ഞാൻ ചെയ്യണം. അപ്പോൾ അതും ഞാൻ അവർ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അപ്പം ഞാൻ അതിൻ്റെ പണിയിലായിരുന്നു. അതാണ് എനിക്ക് ഇന്നലെ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. ഇപ്പം ഞാനൊന്ന് റെസ്റ്റ് എടുത്തതാണ്. നമുക്കിതുപോലത്തെ പ്രൊജക്ട്സ് കിട്ടുമ്പോഴേ ജസ്റ്റ് ഭയങ്കര ലിമിറ്റഡ് ടൈം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഒരു ഡേറ്റ് പറയും, സബ്മിഷൻ ഡേറ്റ് പറയും, ആ ഡേറ്റിൽ നമ്മൾ അത് കൊടുക്കണം. അപ്പോൾ ഞാൻ മാക്സിമം ആ ഡേറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആണിപ്പം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഡേറ്റ് തന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ആ ഡേറ്റ് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ജോബ്സും ചിലപ്പം അവർ ഇതുപോലത്തെ ലിമിറ്റഡ് ടൈം മാത്രമേ നമുക്ക് തരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീഡ് കൂട്ടാൻ പറ്റും, ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ചെയ്തിട്ട് എനിക്കിപ്പം അത്യാവശ്യം സ്പീഡ് ഉണ്ട്. ഓക്കെ, കാരണം 48 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ അത് അമ്മാതിരി റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അതിൽ നമ്മൾ കുത്തിയിരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു 2 ദിവസം കംപ്ലീറ്റ് ഇതുപോലെ ഞാൻ ഈ റൂമിൽ ഇങ്ങനെയാണ് ഞാൻ ഇരുന്ന് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ വരും, നടുവേദന വരും, കഴുത്ത് വേദന വരും, കൈവേദന വരും, കാലുവേദന വരും, ഉറക്കം ഉണ്ടാവില്ല, 4 മണിക്കായിരിക്കും ഉറങ്ങുക. അങ്ങനെ നമ്മുടെ ഒരു ഡിസൈനറിൻ്റെ പണി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഡിസൈൻ ചെയ്തെടുത്ത് ആ ഡിസൈൻ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അവർ ചീറ്റ് ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു വികാരം എന്തായിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കഥയും കൂടെ ഞാൻ പറയാം. ഞാനത് കമ്പനിയിൽ നിന്നൊന്നും പറയുന്നില്ല. ഇതുപോലെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ വന്നു. നല്ലൊരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെയാണ് കേട്ടോ. അവർ സംഭവം അടിപൊളി യൂണിറ്റൊക്കെയാണ്, പേര് കേട്ട യൂണിറ്റാണ്. ഞാൻ അവിടം വരെ പോയി, എന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. ദൂരം എന്ന് പറയുമ്പോൾ ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി പോയി വരാമെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഫ്രീലാൻസേ നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വർക്ക്സ് എല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരാം, ഫ്രീലാൻസ് ആയിട്ട് ചെയ്തോളൂ, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തോളൂ. അപ്പോൾ അവർ കുറച്ച് സ്വാച്ചസ് തന്നു, സാമ്പിൾസ് ആണ് തന്നത്. അപ്പോൾ ആ സ്വാച്ച് തന്നിട്ട് പറഞ്ഞു, ഈ സ്വാച്ചസ് വെച്ചിട്ട് കിഡ്സ് വെയർ ആയിരുന്നു കേട്ടോ ആ ടീം. അപ്പോൾ ഈ സ്വാച്ചസ് എനിക്ക് തോന്നുന്നു ഒരു 8 സ്വാച്ചസോളം തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഓരോ സ്വാച്ചിലും 3 ഡിസൈൻസ് വീതം ചെയ്യണം. കിഡ്സ് വെയറിൽ ഗേൾസിൻ്റെ കുട്ടികളത് ഗേൾ ചൈൽഡിൻ്റെ അങ്ങനത്തെ കിഡ്സ് വെയർ ആയിരുന്നു പറഞ്ഞത്. എൻ്റെ അടുത്ത് അവിടുന്ന് പറഞ്ഞു എന്താണ് 2 to 4 years ആ ഒരു രീതിയിലുള്ള ഡിസൈൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്തു. ഞാൻ ഓരോ സ്വാച്ചസിന്നും 4 സ്വാച്ചസാണ് ഞാൻ ചെയ്തത്. അപ്പം ഓരോ സ്വാച്ചിൽ നിന്നും 3 ഡിസൈൻസ് വീതം ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 12 ഡിസൈൻസ്, 4 സ്വാച്ചസിൽ നിന്ന് 12 ഡിസൈൻസ് ഞാൻ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു നന്നായിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിസൈൻസ്
അവർ എന്തായി ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞാനത് ചേഞ്ചസ് വരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് ചേഞ്ചസ് പറഞ്ഞു. ആ രീതിയിൽ ഞാൻ ആ ചേഞ്ച് വരുത്തി അവർക്കത് എന്താക്കി കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഇതിൽ തൽക്കാലത്തേക്ക് ആദ്യത്തെ 2 ഡിസൈൻസ് എന്ത് ചെയ്യുക, ഞങ്ങൾ ഫാബ്രിക് അയച്ചു തരാം. ആ ഫാബ്രിക്കിൽ ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പാറ്റേൺ ആക്കി കൊടുത്തിട്ട് ഇവരുടെ ടൈലേഴ്സിനെ കൊണ്ട് അടുപ്പിക്കണം. ഞാനൊന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് അതുകൊണ്ട് അവിടെ പോവുക, എന്നിട്ട് ടൈലേഴ്സിനെ അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു സത്യം പറഞ്ഞാൽ. ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാൻ. എനിക്ക് ആ സമയത്ത് സ്റ്റിച്ചിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്റ്റിച്ചിങ്ങിൽ ഞാൻ കുറച്ച് പുറകോട്ടായിരുന്നു. പ്രത്യേകിച്ച് കിഡ്സ് വെയർ ഒന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായില്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ജസ്റ്റ് ഒരു ബേബി സെറ്റ് ചെയ്തതേ ഉള്ളൂ. അത് ബേബി അല്ലേ, ഇത് കുറച്ചുകൂടെ വലിയ കുട്ടികളല്ലേ, അപ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ഒരു ചുരിദാറിൻ്റെ കുർത്തി അടിക്കുക അങ്ങനത്തെ ഒക്കെ, പിന്നെ റെക്കോർഡിലേക്ക് വെക്കാനുള്ള ബേസിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ കുത്തിയിരുന്ന് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് കിഡ്സ് വെയർ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇവരുടെ ഫാബ്രിക് വരാൻ വേണ്ടി ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. കുറേ ദിവസം ഒരു 2 ആഴ്ചത്തോളമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു, അല്ല ഫാബ്രിക്സ് ഇതുവരെ കിട്ടിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു തിരക്കിലാണ്, എത്രയും പെട്ടെന്ന് അയക്കുക, പെരുന്നാളിൻ്റെ തിരക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പെർ ഡിസൈൻ 2000 റുപ്പീസ് തരാമെന്നായിരുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. എന്നിട്ട് ഡിസൈൻസൊക്കെ അവർക്ക് 12 ഡിസൈൻസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്നും ആലോചിക്കാതെ അങ്ങ് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്, അതാണ് ഞാൻ അവിടെ പറയുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ എങ്ങാനും കിട്ടിയ ഫെബ്രുവരിയിലോ മാർച്ചിലോ, ഫെബ്രുവരി ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ആ ഫാബ്രിക് അവർ ഇപ്പം അയക്കുക എന്ന് പറഞ്ഞ ഫാബ്രിക് ഇന്നിപ്പോൾ ജൂൺ 3 ഇതുവരെ എനിക്കിട്ട് വീട്ടിൽ കിട്ടിയിട്ടില്ല. അത് പോയി, അതൊരു ചീറ്റിംഗ് ആയിരുന്നു. ഞാൻ പിന്നെ അത് വിട്ടു. 2 തവണ ഒക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്തു, ഞാൻ ചോദിച്ചു. അപ്പോൾ അവരത് അയക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പോവാൻ എനിക്ക് കാര്യം മനസ്സിലായി, ഞാനത് വിട്ടു. പക്ഷെ കുഴപ്പമില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്കൊരാൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് ഒരിക്കലും എൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല, പബ്ലിക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു കിഡ്സ് വെയർ പ്രൊജക്റ്റ് എന്നും പറഞ്ഞിട്ട് ഞാനതൊരു ഫയലാക്കി വെച്ചു. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയ ഫ്രീലാൻസ് വർക്ക്സ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ചെയ്ത ഈ വർക്ക് എന്ന് പറഞ്ഞിട്ട് ആ കിഡ്സ് വെയർ പ്രൊജക്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ അയക്കുന്നത്. അതുകൂടാതെ സോഷ്യൽ മീഡിയയിലെല്ലാം എൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വർക്ക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും അത് നമ്മളെ വർക്കാണല്ലേ, നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ കിഡ്സ് വെയർ അടിക്കാൻ പഠിച്ചു. വീട്ടിലിരുന്നിട്ട് പഴയ തുണികളൊക്കെ എടുത്ത് ഉടുപ്പ് എങ്ങനെ അടിക്കാം, അതൊക്കെ പാറ്റേൺ മേക്കിംഗ്, ഇതൊക്കെ ഞാൻ കാര്യമായിട്ട് 2 ആഴ്ച കിട്ടിയല്ലോ, അതിൽ ഞാൻ ഇരുന്ന് പഠിച്ചു. അതത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ബേസ് കിട്ടിയാൽ മതി. ബേസ് കിട്ടിയാൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ സ്റ്റിച്ചിങ് ആണെങ്കിലും മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയോ, അതുപോലെ എങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ബാക്കിയുള്ള സ്റ്റിച്ചസ് എല്ലാം അടിക്കാൻ നിങ്ങൾക്കറിയോ, അതറിഞ്ഞാൽ മതി. എന്തിന്? സ്റ്റിച്ചിങ്. അത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്. ബാക്കിയുള്ള നമുക്ക് ഇപ്പോൾ പല വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഞാൻ എന്താ പറയുക, അതങ്ങ് പോയി. പക്ഷെ അതിനെക്കൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ, അവരെന്നെ ചതിച്ചു, അതെനിക്ക് മനസ്സിലായി. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അന്ന് എനിക്ക് കുറേ സങ്കടമൊക്കെ ആയി. പക്ഷേ അതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി. അതെനിക്ക് കിട്ടിയൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു. അതിലൂടെ എനിക്കൊരു പ്രൊജക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അതെനിക്ക് ഞാൻ ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ളവർക്ക് കാണിക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അവരെനിക്ക് പൈസ തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇതെനിക്ക് പറ്റൂലായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെടുക്കുന്ന സെൻസാണ്. ഇതെനിക്ക് ഇങ്ങനെ ഈ ഒരു അയ്യോ ഞാൻ ചതിക്കപ്പെട്ടു, ഇനി എനിക്കത് ഒരിക്കലും എനിക്കത് കിട്ടൂല, ആ രീതിയിൽ എടുത്താൽ കഴിഞ്ഞു. ഓക്കെ, പിന്നെ എന്തായി, ഞാൻ എങ്ങനെ ഇനി ഫ്രീലാൻസ് വർക്ക്സ് ഇതുപോലെ ചീറ്റ് ചെയ്യപ്പെടാതെ എടുക്കാം എന്നുള്ളതാണ് പിന്നെ ഞാൻ നോക്കിയത്.
അതിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരിക്കലും ഫസ്റ്റ് നമ്മളൊരു ഡിസൈൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മണ്ടത്തരം കാണിച്ചെന്താ, എൻ്റെ ഡിസൈൻ ഞാൻ അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്തു അല്ലേ. ഇതൊരിക്കലും അങ്ങനെ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ നമ്മളൊരു വാട്ടർമാർക്ക് ആഡ് ചെയ്യുക. ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് അയക്കാതിരിക്കുക, ലോ റെസൊല്യൂഷൻ മതി. ഓക്കെ, വാട്ടർമാർക്ക് ആഡ് ചെയ്തിട്ട് സാമ്പിൾ ഇമേജ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുക. അതാകുമ്പോൾ അവർക്ക് നമ്മുടെ ഒറിജിനൽ ഫയൽ കിട്ടൂല, അവർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയൂല. അതിൽ ടെക് പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും അവർക്കൊരു മാറ്റങ്ങൾ അത് വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. വാട്ടർമാർക്ക് വെക്കുക. നമ്മുടെ എന്തെങ്കിലും, ഞാൻ ഇപ്പോൾ ഡിസൈൻ വിത്ത് ഷഹാന എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർമാർക്ക് അതിൽ ആക്കി വെക്കും. അപ്പോൾ എന്താണ് അത് അവർക്കത് എന്താ, നമുക്ക് കുറച്ച് വിവരം ഉണ്ട് എന്നപ്പം തന്നെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഒറിജിനൽ ഫയൽസ് കൊടുക്കരുത് ഒരിക്കലും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അഡ്വാൻസ് വാങ്ങിക്കുക. ഒരു ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും, ഇപ്പം എന്നോട് 2000 റുപ്പീസ് പറഞ്ഞില്ലേ, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എന്നാൽ എനിക്ക് 1000 റുപ്പീസ് ഫസ്റ്റ് വേണം എന്ന് ഞാൻ പറയണമായിരുന്നു. അപ്പോൾ ഓക്കെ, എത്ര ഡിസൈൻ, പെർ ഡിസൈൻ 1000 റുപ്പീസ്. അപ്പോൾ അതുകൊണ്ട് എന്താവും, അവർ കുറച്ചുകൂടെ സീരിയസ് ആവും. ഇത്ര രൂപ അവർക്ക് കൊടുത്തതാണ്, അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് 1000 രൂപയെങ്കിലും കിട്ടിയേനെ. ഓക്കെ, അപ്പം ഇത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഫ്രീലാൻസ് വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ എന്താണ്, ഞാൻ ഫ്രീലാൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം ഈ കമ്പനീനെ കുറിച്ചിട്ട് ആദ്യം ഞാൻ പഠിക്കും. അത് പിന്നെ നമ്മൾ എന്തായാലും പഠിക്കേണ്ടി വരും, കാരണം മിക്കതും വരുന്നത് ബ്രാൻഡ്സാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ആ ബ്രാൻഡ് എന്താണ്, അവരുടെ ഒരു നിഷ് എന്താണ്, അവരുടെ സ്റ്റൈൽ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ആദ്യം, ഒരു ബ്രാൻഡിൻ്റെ റിസർച്ചാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവർക്കൊരു കളർ പാലറ്റ് ഉണ്ടോ, ഒരു തീം ഉണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ വേണ്ടി വരും നമ്മൾ ഡിസൈൻ ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയാ നമ്മൾ അവർക്ക് എന്തൊക്കെയാണ്, പിന്നെ ഓരോ ക്ലയൻസിനും ഓരോ റിക്വയർമെൻറ്റ്സ്. ആദ്യത്തെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ രണ്ടാമത്തെ ക്ലയൻറ്റ് ഇപ്പം എനിക്ക് ഇന്നലെ കിട്ടിയത് അവർക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് വേണ്ട ഡിസൈൻസും അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റേത് ആ ഗാർമെൻറ്റ്, ഇന്ന ഗാർമെൻറ്റ് വേണമെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഈ ഗാർമെൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ റിക്വയർമെൻറ്റ് വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഒരു ഫ്രീലാൻസ് ജേണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല ജെന്യൂൻ ആയിട്ടുള്ള ക്ലയൻസ് കിട്ടുന്നുണ്ട്. എന്താ ഇപ്പം ഇത് ഇനി അഥവാ നമുക്ക് ചിലപ്പോൾ അവർ പറയും ഇൻറ്റേൺഷിപ്പാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് പ്രൊജക്റ്റ് ആക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് പറയും. ഞാനത് എടുക്കാറുണ്ട്. പൈസ ചിലപ്പോൾ ഞാനത് വലിയ ഫോക്കസ് ചെയ്യൂല, ചെറിയൊരു പേയ്മെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. കാരണം ഞാനിപ്പോൾ നോക്കുന്നത് എനിക്ക് കുറച്ച് പ്രൊജക്ട്സ് കൂടുതൽ കിട്ടുക. എൻ്റെ ഒരു പ്രൊഫൈൽ, എൻ്റെ CV-യിൽ, റെസ്യൂമേൽ, എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്ര പ്രൊജക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഫിൽ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഫോക്കസ്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോക്കസ് അതാണ്. അതിൻ്റെ കൂടെയാണ് ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കുക എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്രസൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഫേസ് കാണിക്കാൻ പറ്റൂല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കമ്മ്യൂണിറ്റീനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ അവർക്കൊരു മോശമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യൂല. ഓക്കെ, അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യണം. അങ്ങനത്തെ രീതിയിലാണ് എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് എനിക്ക് അറിയൂല. പക്ഷെ എനിക്കൊരു ഗോളുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഗോള് വേണം. നമ്മൾ ബിഗിനർ ആണെങ്കിലും ഒക്കെ നമ്മൾ വിഷൻ എന്ന് പറയില്ലേ, ഒരു വിഷൻ ഉണ്ടായിരിക്കണം. എൻ്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്, ഒന്ന് എനിക്ക് വിഷൻ ഉണ്ട്, രണ്ടാമത് ഞാൻ കൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോഴും എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് കരുതി തളരൂല. അത്ര പെട്ടെന്നൊരു തളരുന്ന ടൈപ്പല്ല.
ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കോമ്പറ്റിറ്റീവാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് 10ാം ക്ലാസ് വരെയൊക്കെ ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ ആയിരുന്നു. എല്ലായിടത്തുനിന്നും എന്താ പറയുക, ടോപ്പറായിരുന്നു, ക്ലാസ് ടോപ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, തോൽക്കൂല എന്നുള്ള ഒരു മൈൻഡ്. എന്നാലും തോൽക്കും. കുറേ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, റിജക്ഷൻസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല. പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ആണെങ്കിൽ നമുക്കൊരിക്കലും ഒരു ഹോമിയോപ്പതിയിൽ അങ്ങനെയാണ് കേട്ടോ, ഒരു എന്താ പറയുക, ഒരു അൺപ്രജഡൈസ്ഡ് ആയിരിക്കണം നമ്മൾ പറയുക. ഓക്കെ, ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഒരു കേസിനെ നമ്മൾ കാണരുത്. ഒരാളുകളെയും ഇയാൾ ഇന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ ആ കേസിനെ ഡീൽ ചെയ്യരുത്. അതുപോലെ തന്നെയാണ് ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നതും. അവിടെ നമുക്ക് ഓരോ ക്ലയൻസിൻ്റെ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അവരുടെ സൈഡിൽ നിന്ന് അവരായി നിന്നിട്ട് അവരുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അല്ലാതെ നമ്മുടെ ഒരു ഡിസൈൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബൂട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസൈൻസ് നിങ്ങൾക്ക് വിൽക്കാം. പക്ഷെ ഫ്രീലാൻസ് ആകുമ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് അവരുടെ രീതിയിൽ ചിന്തിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചും കൂടെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരിത്. പിന്നെ കേരളത്തിലുള്ള ഡിസൈനേഴ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ഇല്ലസ്ട്രേഷൻ എന്നുള്ള ഭാഗം അവർ അതോടെ ക്ലാസ് നിന്ന് അങ്ങ് നിർത്തുക. അവരത് പിന്നെ ഇല്ല. അവർ പിന്നെ ഒരു ഷോപ്പിൽ അങ്ങനെ ഒരു ഡ്രേപ്പിങ്, അതുപോലെ കസ്റ്റമർ റിലേഷൻ, ആ രീതിയിൽ അങ്ങ് പോവുകയാണ്. ബുട്ടീക്കൊക്കെയാണ്, സ്വന്തമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അവനവൻ്റെ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ സൂപ്പറാണ്. പക്ഷെ അതെല്ലാം നമ്മളൊരു സെയിൽസ് വിഭാഗത്തിലോട്ടേക്ക് ഒതുങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സെയിൽസിലോട്ടൊക്കെ ഒന്നും പോവാതിരിക്കുക. സെയിൽസ് മോശമാണെന്നല്ല, അതിന് നല്ല ടാലൻറ്റഡ് ആയിരിക്കണം. ഒരു സെയിൽ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ നമ്മൾ പഠിച്ച ഒരു കാര്യമില്ലേ, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. അപ്പം എനിക്കിഷ്ടം വരയ്ക്കുന്നതാണ്. ഞാൻ എന്നോട് എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഞാൻ അതിലോട്ടേക്കൊന്നും പോയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് എഡമൻ്റ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ്. അത് ഞാൻ എൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിട്ടാണ് കരുതുന്നത്. ഇതിലൂടെ കിട്ടുന്ന ഒരു ഇൻകം മതി എനിക്ക് എന്നുള്ള. ഇപ്പം ഞാൻ എന്താ പറയുക, ഇപ്പോൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് പേഷ്യൻസ് കുറവായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറയുമ്പോൾ 6000 റുപ്പീസാണ് എനിക്ക് ആകെ എൻ്റെ ക്ലിനിക്കിൽ നിന്ന്, സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങിയപ്പം ഫസ്റ്റ് മന്ത് എനിക്ക് കിട്ടിയ ഒരു ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പുത്തരിയല്ല. നമ്മൾ ബിഗിനിങ് സ്റ്റേജ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം, സ്ട്രഗ്ലിങ് ആയിരിക്കും എന്നറിയാം. പക്ഷെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ മൂവ് ചെയ്യാറ്. ഇതെല്ലാം ശരിയാവും. ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും. ചതിക്കപ്പെടാതെ നമ്മുടെ ഡിസൈൻസ്, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രീലാൻസ് എടുത്തു അല്ലേ, അവർ നമ്മളെ ചതിച്ചു എന്ന് വിചാരിക്കും. അവർക്ക് എത്ര തവണ നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റും? ഒരു തവണ അല്ലേ? ഒറ്റ തവണ മാത്രമേ അവർക്ക് എൻ്റെ ഡിസൈൻ കിട്ടുള്ളൂ. ഒറ്റ ഡിസൈനേ എൻ്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആർക്ക് നഷ്ടം? അവർക്ക് തന്നെ നഷ്ടം. ഇനിയിപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ ഓരോ പല ഡിസൈനേഴ്സിനെ തപ്പി, ഫ്രഷേഴ്സിനെ തപ്പി അങ്ങനെ ഇതാക്കുന്നതാണെങ്കിൽ അവർ ഓടൂല എന്തായാലും. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ ജെനുവിൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ജെനുവിൻ ആണോ അല്ലേ എന്നുള്ളത് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ. ഇനി നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീലാൻസ് വർക്ക്സ് എടുക്കാം. ഓക്കെ, എന്നിട്ട് പതുക്കെ, പക്ഷെ ഒരു ഇതുപോലെ 48 hours ഒക്കെ പറയുകയാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയൂല കേട്ടോ. അത് ബുദ്ധിമുട്ടായിരിക്കും. കുത്തിയിരുന്നിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. ഉറക്കവും ഇല്ലാതെ അങ്ങനെ വല്ലാതെ എക്സോസ്റ്റഡ് ആയി പോവും. അതൊന്നും ചെയ്യണ്ട, പക്ഷെ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഞാനത് വിചാരിക്കാറ്. അവർക്ക് എൻ്റെ ഡിസൈൻ ഒറ്റ തവണ, പിന്നെ എന്നെ ചീറ്റ് ചെയ്താൽ ആ ഒരു ഡിസൈൻ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അവർക്ക് എൻ്റെ ഡിസൈൻ അവർക്ക് കിട്ടൂല. ഞാനാണെങ്കിൽ ആ ഡിസൈൻ അവരെനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ ഉറപ്പായും ഞാനത് പബ്ലിക്കാക്കും. ഓക്കെ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടും. ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരും, ഇതാണ് ഞാൻ ചെയ്ത പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിക്കും. അപ്പോൾ അവർ വെറുതെ അതിനായിട്ട് നിൽക്കൂല. വലിയ ബ്രാൻഡ്സ് ഒന്നും അങ്ങനെ നിൽക്കൂല, നല്ല ബ്രാൻഡ്സ് ആണെങ്കിൽ.
എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്ന അവരും പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ തൽക്കാലത്തേക്ക് സാമ്പിൾ ഡിസൈൻ അയച്ചാൽ മതി, വാട്ടർമാർക്കൊക്കെ വെച്ചാലും കുഴപ്പമില്ല, അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ക്യാഷിൻ്റെ ഡീല് സംസാരിക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു അതിലൊരു ജെനുവിനിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. നോക്കാം അല്ലേ, നമുക്ക് ഇനി ഇതുപോലെയുള്ള ഓരോ വീഡിയോസ് ഞാൻ ഇടയ്ക്ക് ചെയ്യാം. അതിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസസും നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസ് സ്ട്രോങ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. നമ്മൾ എത്ര ദിവസം ചെയ്തത് മൊത്തം ബേസാണ്, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസ്. ഇനി അങ്ങോട്ടേക്ക് മൊത്തം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനാദ്യം നമുക്ക് ക്രോക്കി വരയ്ക്കാൻ പഠിക്കണം. അതിപ്പോൾ ഞാൻ പ്രൊക്രിയേറ്റ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ല അല്ലേ. ഹാൻഡ് ഡ്രോയിങ് ആയിട്ട്, ഹാൻഡ് സ്കെച്ചിങ് ആയിട്ട് എങ്ങനെ ക്രോക്കി വരയ്ക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.